നമസ്കാരം. ഇന്ത്യക്കാർക്കിടയിൽ SUV തരംഗമാക്കിയ ഒരു കാർ മോഡലുണ്ട്. ഒരു സമയം റോഡിൽ ഇറങ്ങിയാൽ ഈ വാഹനം നിറയുന്ന അവസ്ഥ. റെനോ എന്ന കാർ ബ്രാൻഡിന് നേട്ടങ്ങൾ സമ്മാനിച്ച മോഡൽ അതാണ് റെനോയുടെ സ്വന്തം ഡസ്റ്റർ. എന്നാൽ അനിവാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാതെ പോയതോടെ ന്യൂജൻ പിള്ളേർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ മോഡലിന് സാധിക്കാതെ പോയി. പതിയെ റെനോ ഡസ്റ്റർ മോഡൽ നിർത്തലാക്കുകയും ചെയ്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം പഴയ പ്രതാപത്തോളം എത്താൻ മാറ്റങ്ങളോടെ തിരികെ വരികയാണ് ഇപ്പോൾ ഡസ്റ്റർ. ഇന്ത്യൻ വാഹന വിപണിയിൽ തരംഗം സൃഷ്ടിച്ച ഐക്കണിക് മോഡൽ പുത്തൻ രൂപത്തിലും ഭാവത്തിലുമാണ് എത്താൻ പോകുന്നത്. ഇപ്പോഴത്തെ ന്യൂജൻ ഡസ്റ്ററിന്റെ ഔദ്യോഗിക അവതരണത്തിനും വില പ്രഖ്യാപനത്തിനുമായി തീയതിയും കുറിച്ചിരിക്കുകയാണ് റെനോ. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മോഡലിനെ മാർച്ച് 17 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് വിവരം. ആഗോളതലത്തിലുള്ള മോഡലിന്റെ അതേ ഡിസൈൻ സ്വീകരിച്ചു തന്നെയാണ് ന്യൂജൻ മോഡൽ ഇന്ത്യയിലേക്കും എത്തുന്നത്. എന്നിരുന്നാലും ഇന്ത്യക്ക് ആവശ്യമായ പ്രാദേശിക മാറ്റങ്ങൾ ഒരുപക്ഷെ മോഡലിൽ ഉണ്ടായേക്കാം. ഐബ്രോ സ്റ്റൈൽ LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ, റെനോ ലോഗോ ഇല്ലാത്ത ഡസ്റ്റർ അക്ഷരങ്ങളുള്ള ബോൾഡ് ഗ്രില്ല്, സിൽവർ ബമ്പർ സറൗണ്ട്, പിക്സൽ ആകൃതിയിലുള്ള ഫോഗ് ലാമ്പുകൾ എന്നിവയൊക്കെയാണ് പുതിയ SUVയുടെ ഫ്രണ്ട് ലുക്ക് മികച്ചതാക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ കറുത്ത ബോഡി ക്ലാഡിങ്, C പില്ലറിലെ റിയർ ഡോർ ഹാൻഡിലുകൾ, 50 കിലോഗ്രാം ലോഡ് ബെയറിംഗ് ശേഷിയുള്ള റൂഫ് റെയിലുകൾ, 18 ഇഞ്ച് വരെ അലോയ് വീലുകൾ, 212 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിവയൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുക. പിൻഭാഗത്ത് കണക്റ്റഡ് LED ലൈറ്റ് ബാർ, റൂഫ് മൗണ്ടഡ് സ്പോയിലർ, സിൽവർ ആക്സന്റുകളുള്ള കറുത്ത ബമ്പർ എന്നിവയൊക്കെയാണ് ന്യൂജൻ ഡസ്റ്ററിനെ പുതിയ സൗന്ദര്യം നൽകുന്നത്. ആഡംബരം ഒട്ടും കുറയ്ക്കാത്ത ഇന്റീരിയറാണ് ഇതിനുള്ളത്. ന്യൂജൻ ഡസ്റ്ററിൽ ഡ്യുവൽ സ്ക്രീൻ സജ്ജീകരണം, സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകൾ, സിൽവർ ആക്സെന്റുകൾ, പ്രധാന പ്രവർത്തനങ്ങൾക്കായി ഫിസിക്കൽ ബട്ടണുകൾ നിലനിർത്തിക്കൊണ്ട് ഗ്രീൻ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് എന്നിവയുള്ള ഡാഷ്ബോർഡ് എന്നിവയെല്ലാം തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. കപ്പ് ഹോൾഡറുകളുള്ള സ്ലൈഡിംഗ് ഫ്രണ്ട് ആംറെസ്റ്റും ബാക്കിലുള്ള അതേ റിയർ ആംറെസ്റ്റും കമ്പനി പ്രത്യേകം നൽകിയിട്ടുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയുള്ള 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ, 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പാനോറമിക് സൺറൂഫ്, വയർലെസ് ചാർജർ, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, പവേർഡ് ടെയിൽ ഗേറ്റ്, 6-വേ പവേർഡ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഫീച്ചറുകളായി കൊടുത്തിട്ടുള്ളത്. ഇനി സേഫ്റ്റിയുടെ കാര്യം എടുത്താലും ആള് ചില്ലറക്കാരനല്ല. 6 എയർ ബാഗുകൾ, 360 ഡിഗ്രി ക്യാമറ, ഫ്രണ്ട് റിയർ പാർക്കിംഗ് സെൻസറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, 4 വീൽ ഡിസ്ക് ബ്രേക്കുകൾ, ലെവൽ 2 ADAS എന്നിവയൊക്കെയാണ് SUVയിലെ പ്രധാന സേഫ്റ്റി ഫീച്ചറുകൾ. ഡീസൽ ഇല്ലെങ്കിലും 3 പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളുമായിട്ടാണ് റെനോ ഡസ്റ്ററിന്റെ രണ്ടാമത്തെ വരവ്. 1.0 ലിറ്റർ ടർബോ, 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ, 1.8 cc 4 സിലിണ്ടർ സ്ട്രോങ് ഹൈബ്രിഡ് എന്നിവയൊക്കെയാണ് ഇത്. ഇനി ഇതിന്റെ പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ 6 സ്പീഡ് മാനുവൽ, CVT ഓട്ടോമാറ്റിക് എന്നിവയുമായി സെറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിന് 1.0 ലിറ്റർ ടർബോ എഞ്ചിന് 100 bhp കാര്യത്തിൽ 160 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. അതേസമയം 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് സംവിധാനമുള്ള 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോയ്ക്ക് 163 bhp പവറിൽ പരമാവധി 280 Nm ടോർക്ക് വരെ വികസിപ്പിക്കാൻ ശേഷിയുണ്ട്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതിന്റെ വിലയെക്കുറിച്ചാണ്. സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന വിലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് ഉത്തരം ഈ വില കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണ് ന്യൂജൻ റെനോ ഡസ്റ്ററിന് പ്രതീക്ഷിക്കുന്ന എക്സ് ഷോറൂം വില.